ഹാപ്പി ന്യൂ ഇയർ. മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ്. വാഹനങ്ങൾ കാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നതെല്ലാം കിട്ടുന്നതെന്നറിയില്ല. ഏതായാലും 6 വരി പാതയാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ആൾക്കാർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ടോള് കൊടുത്ത് ഈ റോഡിൽ കൂടെ ഓടുകയാണ്. യാതൊരു പ്രയോജനമില്ല. ഏതായാലും ഇതിനോട് ചേർന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴുമെല്ലാം നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ഞാൻ വേളാങ്കണ്ണിയിൽ നിന്ന് ബാംഗ്ലൂർ വന്നു. 2 ദിവസം ബാംഗ്ലൂർ നിന്നു. ഇപ്പോൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. ഇന്ന് ജനുവരി 1, 2026. നാം ഈ ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ റൂട്ടിലിപ്പോൾ നമുക്ക് കോഴിക്കോടുകാർക്ക് അല്ലെങ്കിൽ മലബാറുകാർക്കാണ് കൂടുതൽ വേണ്ടി വരിക. ആർക്കും വരാവുന്നതാണ്, കൂടുതൽ വന്നു പോകുന്നു. അത് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഈ പ്രദേശത്തോ അല്ലെങ്കിൽ കാസർഗോഡോ ഒക്കെ ഉള്ളവരായിരിക്കും. ആരായാലും ശരി, ഈ റോഡിൻ്റെ ഉപയോഗം നമ്മളിൽ കുറച്ച് പേരെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഈ റോഡ് കൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രയോജനം ഉണ്ടാകില്ല. ഇതാ ഈ റോഡിൽ ഇപ്പോൾ 60, 80, 100 എന്ന സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഏറ്റവും സ്ലോ ട്രാക്കിലാണ് ഞാനിപ്പോൾ ഓടുന്നത്. ഇപ്പം ഞാൻ ഓടുന്നത് 80 കിലോമീറ്റർ സ്പീഡിലാണ്. ഈ ട്രാക്കിൽ നിങ്ങൾക്ക് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടാം. നിങ്ങൾ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടി വരുമ്പോൾ, നിങ്ങളെന്നല്ല ഞാനടക്കം ഓടി വരുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ 80-ൽ വരുമ്പോൾ 60-ൽ പോകുന്ന ഒരു വാഹനം പോകുന്നെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. നമ്മൾ പതുക്കെ കണ്ണാടി നോക്കി പുറകിൽ വണ്ടിയില്ലാന്ന് നോക്കി ഈ ട്രാക്കിൽ വന്നു ഓവർടേക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ഇടത്തേക്ക് പോവാം. ആ വണ്ടി സ്ലോയിലാണ് വരുന്നത്. നമ്മൾ 80-ലും അവർ 60-ലുമാണ്. വീണ്ടും നിങ്ങളുടെ ഈ സെക്കൻഡ് ട്രാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ട്രാക്കിൽ ഒരു വാഹനം നിൽക്കുന്നത് വിചാരിക്കാം. വീണ്ടും നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. അതിന് മുമ്പ് തന്നെ കണ്ണാടി നോക്കി പുറകിൽ വണ്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫാസ്റ്റ് ട്രാക്കിൽ കയറി നമുക്കിവിടെ 100 അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ 90-ലും മറ്റേ വണ്ടി 80-ലുമാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്തു. ഇടതുവശത്തെ കണ്ണാടിയിലേക്ക് നോക്കി ഇതാ സെക്കൻഡ് ട്രാക്കിലേക്ക് നമ്മൾ മാറി ഫാസ്റ്റ് ട്രാക്ക് കാലിയാക്കിയിട്ടു. ഇനി നിങ്ങൾ ഈ സെക്കൻഡ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പിന്നാലെ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും നിങ്ങളെ ആ ട്രാക്കിലൂടെ ഓവർടേക്ക് ചെയ്യാം. അതാണ് ആ റോഡിൻ്റെ, ആ ട്രാക്കിൻ്റെ യഥാർത്ഥ ഉപയോഗം. അതാണ്. അതിൽ തുടർച്ചയായിട്ട് ഓടുക എന്നുള്ളതല്ല. ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മുമ്പിലും പിമ്പിലും ഒന്നും വണ്ടിയില്ല. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം ഇതാ സ്ലോ ട്രാക്കിലേക്ക് വരിക എന്നുള്ളതാണ്. ഈ ട്രാക്കിൽ ഇതിപ്പോൾ 60 അനുവദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ ട്രാക്കിൽ പോകുമ്പോൾ മിനിമം 60 വേണം നമുക്ക്. അല്ലാതെ നമ്മൾ ഇവിടെ 40 കിട്ടിയാൽ ഇതിന് പുറകെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിൽ 60-ൽ മാത്രമേ ഓടാവുള്ളൂ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ ലാസ്റ്റ് സ്ലോ ട്രാക്കിൽ 60-ൽ പോകുന്നവർ മാത്രം പോവുക എന്നാണ് പഠിച്ചിരിക്കുന്നത്. അടുത്ത ട്രാക്കിലേക്ക് പോകുമ്പോൾ 80-ൽ പോകുന്നവർ പോവാം. അതിന് മുകളിൽ പോയാൽ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ തന്നെ ഓടിക്കുക. ഈ 140 കിലോമീറ്റർ അല്ലെങ്കിൽ 130 കിലോമീറ്റർ അതിലാണ് ഓടേണ്ടതെന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഫാസ്റ്റ് ട്രാക്കിൽ കയറിയ ആൾ മാറിയിട്ടില്ല. വളവായതുകൊണ്ട് പുള്ളിയുടെ കൈ തിരിയാത്തത് കൊണ്ട് ഈ ട്രാക്കിൽ വന്നാണ്. ഇപ്പം നമുക്ക് അടുത്ത് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാം, ഇപ്പോൾ അടുത്ത നിമിഷത്തിൽ പുള്ളി ഫാസ്റ്റ് ട്രാക്കിൽ കയറും. എന്തായാലും അത് സംഭവിച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു വണ്ടി പോകുന്നു. സെക്കൻഡ് ട്രാക്കിൽ പോകുന്ന വണ്ടി നിർബന്ധമായും ഓവർടേക്ക് ചെയ്യണം. എന്ത് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനും ഒന്ന് സ്പീഡ് കൂടി നോക്കാം. അദ്ദേഹം തുടരെ ആ ട്രാക്കിൽ തന്നെ പോയിട്ട് ഇടത്തേക്ക് വരില്ല. കാരണം അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ദൈവാനുഗ്രഹം ആദ്യമായിട്ട് ഞാൻ കാണുക. ഒരാൾ ഏതായാലും സെക്കൻഡ് ട്രാക്കിലേക്ക് വന്നു. ഇത് അടുത്തയാൾ പോകുന്നു. അത് ഏതായാലും ആ വണ്ടി അവിടെയുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിന് കുറച്ച് ദൂരം കൂടെ എങ്കിലും ഫാസ്റ്റ് ട്രാക്കിൽ പോയേ പറ്റുള്ളൂ. അതിന് ശേഷം എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഞാനും അല്പം സ്പീഡ് കൂട്ടാം. പുറയിലെത്തി അദ്ദേഹം തുടർന്ന് പോവുകയാണ്. പക്ഷെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിന് തൊട്ടപ്പുറത്തൊരു വാഗണാർ പോകുന്നുണ്ട്. അദ്ദേഹം ഏതായാലും നിയമം അറിയാവുന്ന ആളല്ല. അദ്ദേഹം ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വണ്ടിയുടെ പുറകിലെത്തി. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ഞാൻ ഇതിലേക്ക് കയറി പോവുകയാണ് വേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യാറില്ല, ചെയ്തിട്ടില്ല, ചെയ്യില്ല. ഞാൻ ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിൽ വന്നു. ഇതെൻ്റെ തൊട്ട് പുറകിൽ എനിക്ക് ബാക്കിൽ കണ്ണാടി കാണാം ഫാസ്റ്റ് ട്രാക്കിൽ ഒരാൾ വരുന്നുണ്ട്. അപ്പം ഞാൻ സെക്കൻഡ് ട്രാക്കിൽ തന്നെ തുടരുകയാണ്. ഇതെൻ്റെ പുറകിൽ വരുന്നു. BMW ആണ്. അയാൾക്ക് ഒരുപാട് കാശ് കൊടുത്ത് മേടിച്ചത്. അയാൾക്ക് അത്യാവശ്യത്തിന് വേറെ വല്ല വഴിക്ക് പോകേണ്ടതാണ്. എനിക്ക് എന്നെക്കാളും അത്യാവശ്യമാണ്. ഇത് അദ്ദേഹം വന്ന് എന്നെ ഓവർടേക്ക് ചെയ്തു. ഞാൻ പതുക്കെ, എൻ്റെ റോഡ് ഫ്രീ ആണ്, എൻ്റെ പുറകിൽ വണ്ടിയില്ല, ആ റൈറ്റിലേക്ക് മാറ്റി. എൻ്റെ ഇടത്ത് സൈഡിൽ പോകുന്ന വണ്ടി ഇപ്പോൾ 80-ലായിരിക്കും. ഞാൻ 100-ലാണ് പോകുന്നത്. അപ്പം എൻ്റെ മുന്നിൽ കയറിയ BMW-കാരന് കാശ് കൊടുത്ത് വണ്ടി മേടിച്ചു എന്നുള്ളതല്ലാതെ പുള്ളി ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അത്ര വലിയൊരു അറിവുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ തുടരുകയാണ്. നമ്മൾ പഠിച്ചത് പാലിക്കേണ്ട നിയമം പാലിക്കുന്നു. ഇതാ അടുത്ത ട്രാക്കിൽ വന്ന് എൻ്റെ പുറകിലുള്ള ആൾ ചെറിയ സ്പീഡിലാണ്. അതുകൊണ്ട് ഞാൻ പിടിച്ചിരിക്കുന്നത് 2 പേരും 100-ലാണ്.
ഞാനിതാ ഇടത്തേക്ക് മാറി. അദ്ദേഹത്തിന് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വണ്ടി ഓടിക്കണം, മറ്റുള്ളവരോട് മത്സരിക്കാനല്ല. അപ്പോൾ ഇതാ ഞാൻ തേർഡ് ട്രാക്കിലെത്തി. നമുക്ക് ഇന്നത്തെ പാഠം ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും വരുന്നുണ്ട്, കാണാം.